ഹലോ, നമുക്കിന്ന് ഉഗ്രൻ ടേസ്റ്റിലുള്ള ഒരു തേട് കറി ഉണ്ടാക്കിയാലോ? തേടിൻ്റെ ചെറിയ മീനാണെന്നുണ്ടെങ്കിൽ കൂരി എന്നും ചില സ്ഥലങ്ങളിൽ ഏട്ട എന്നൊക്കെ അറിയപ്പെടുന്ന തേട് കറി, വലിയ തേടാണെന്നുണ്ടെങ്കിൽ മീൻമുട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ തേടിൻ്റെ മുട്ട ഫ്രൈ ചെയ്യാനും തോരൻ വെക്കാനുമൊക്കെ അടിപൊളിയാണ്. ഏതായാലും നമുക്ക് തേട് കറി ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് തേട് കറി ഉണ്ടാക്കുന്നതിനായി തേട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. തേട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിന് ആവശ്യമായ ചേരുവകൾ: ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുടംപുളി, ഇത്രയും ആവശ്യമാണ്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ഒരു 10 മിനിറ്റ് മുമ്പ് നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിരുന്നതാണ്. നന്നായി മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഈ ചേരുവകളൊക്കെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇനി മീനൊക്കെ ഈ കറിയിൽ കിടന്നൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. തേട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.